മനസമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഇങ്ങനെയൊരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ. അവസരവാദികളാണ് ഇവർ. സ്വന്തം ആവശ്യത്തിനും ലാഭത്തിനും വേണ്ടി മാത്രം മറ്റുള്ളവരുമായി അടുപ്പം സ്ഥാപിക്കും. ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിയും. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം നടക്കാനുണ്ടെങ്കിൽ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരായി ഇവരഭിനയിക്കും. ഇനി അതല്ല, നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് അകലം പാലിക്കും. തനിക്ക് ഗുണമുള്ള വ്യക്തികളുമായി മാത്രം ബന്ധം സ്ഥാപിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഒരാൾ എപ്പോഴും വാങ്ങിക്കൊണ്ടേയിരിക്കും, മറ്റേയാൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്ക്. മറ്റുള്ളവരോട് മോശമായി പെരുമാറിയാലോ, ഒരാളെ ചതിച്ചാലോ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ഒരാളോട് ചെയ്താലോ ഒട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തികളാണ് ഇവർ. സാധാരണ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നൊരു ചിന്ത നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ കുറ്റബോധമില്ലാത്തവർക്ക് അങ്ങനെയൊരു ചിന്തകൾ ഉണ്ടാകാറില്ല. താൻ കാരണം മറ്റൊരാൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം ഇവർ മനസ്സിലാക്കില്ല. താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ അസാധാരണ കഴിവുണ്ട് ഇവർക്ക്. എത്ര വലിയ ക്രൂരത ചെയ്താലും യാതൊരു ഭാവമാറ്റവുമില്ലാതെ നടക്കാൻ ഇവർക്ക് സാധിക്കും. വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തും, പരസ്യമായി അപമാനിക്കും, മറ്റുള്ളവരെ ചതിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ജീവിത പങ്കാളിയോട് പോലും സത്യസന്ധരായിരിക്കാൻ ഇവർക്ക് കഴിയില്ല. സ്വാർത്ഥതയുടെ ആൾരൂപമാണ് ഇവർ. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. അതിനുവേണ്ടി ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ മറ്റുള്ളവരെ ഉപയോഗിക്കും. ഇവർ നമ്മളോടൊരു സഹായം ചോദിച്ചു, നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കൂടി നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്തു കൊടുക്കും. പക്ഷേ നമുക്കൊരാവശ്യം വന്ന് ഇവരെ സമീപിച്ചാൽ ഒരു ദയവുമില്ലാതെ നമ്മളെ ഇവർ ഒഴിവാക്കും. ഒരു ബന്ധം അവർ തുടരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തനിക്കെന്ത് ലാഭം ഉണ്ടാവും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇവർ മുൻതൂക്കം കൊടുക്കുന്നത് സ്വന്തം സൗകര്യം, ലാഭം, സന്തോഷം എന്നിവയ്ക്കാണ്. ലക്ഷ്യം നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് വ്യക്തികളെയും ബന്ധങ്ങളെയും ഇവർ കാണുന്നത്. രക്തബന്ധം പോലും ഇവർക്ക് ലാഭമുണ്ടെങ്കിലേ ഇവർ നിലനിർത്തും. ഫാമിലി ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻ ആയാലും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രമാണ്. ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ബന്ധങ്ങൾ നിലനിർത്തുന്നതും അതിലൂടെ തനിക്കെന്ത് നേട്ടമുണ്ടാകും എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ആയിരിക്കും. ഒരാളുടെ പെരുമാറ്റവും അയാളുടെ യഥാർത്ഥ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മളോട് നല്ല സ്നേഹത്തിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ അയാളുടെ ഉള്ളിൽ കടുത്ത പകയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്ത് സ്നേഹ എന്നോട് എന്ന്. പക്ഷേ കാര്യം നടക്കാൻ വേണ്ടിയുള്ള അഭിനയം മാത്രമായിരിക്കും അത്. നേരിട്ട് കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കും, കെട്ടിപ്പിടിക്കും. പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എത്ര പോസിറ്റീവായി സംസാരിച്ചാലും നമ്മളുടെ തകർച്ച, നമ്മളുടെ പരാജയമാണ് അവരുടെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്നത്. അമിതമായി പുകഴ്ത്തുന്നവരെ ശ്രദ്ധിക്കുക. വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങളോട് പരദൂഷണം പറയുന്നവർ നിങ്ങളെക്കുറിച്ചും അത് തന്നെ മറ്റുള്ളവരോട് പറയും എന്ന് ഓർക്കുക. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം കാണുന്നത് ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഒരാൾ ഒരു വീട് പണിതാൽ അയാൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ വീട് പണിതിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ വീട്ടിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരിക്കും ഇവർ. ഒരു കുടുംബം സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ അവിടെ ചെന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടുത്തെ മനസമാധാനം കളഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. മറ്റുള്ളവരുടെ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഇവരുടെ മുഖം മങ്ങുന്നത് കാണാം. ആ സന്തോഷത്തിലും ഇവർ ഒരു കുറ്റം കണ്ടുപിടിച്ചിരിക്കും. മറ്റുള്ളവരുടെ വേദനയോ സങ്കടമോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഇവർക്ക് കഴിയില്ല.
നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഒന്നുകിൽ ഇവരത് കണ്ടില്ലെന്ന് നടിക്കും, അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളും. ഇനി നമ്മുടെ സങ്കടങ്ങൾ ഇവരോട് ഷെയർ ചെയ്താൽ തന്നെ അതിനിപ്പോൾ ഞാനെന്ത് വേണം, എനിക്കിപ്പോൾ എന്താ എന്ന മട്ടായിരിക്കും ഇവരുടേത്. തകർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും സാരമില്ല, അത് വിട്ടുകളഞ്ഞേക്കൂ എന്നൊരു ആശ്വാസവാക്ക് പോലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. നമുക്കൊരു പ്രോബ്ലം വന്നാൽ, നമ്മുടെ ജോലി പോയി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കായി എന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഒരാൾക്ക് അറിയുന്നത് കണ്ടാലോ, ഒരാൾക്ക് ഒരു അസുഖം വന്നെന്ന് അറിഞ്ഞാലോ ഒരല്പം പോലും മനസ്സലിവ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന രീതിയിലായിരിക്കും ഇവരുടെ പ്രതികരണം. എന്തു തന്നെ സംഭവിച്ചാലും തൻ്റെ ഭാഗത്ത് തെറ്റ് ഇവരൊരിക്കലും സമ്മതിക്കാറില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് എന്ന് എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മേൽ അവരത് അടിച്ചേൽപ്പിക്കും. ബ്ലെയിം ഷിഫ്റ്റിംഗ്. തെറ്റ് താൻ ചെയ്താലും കാരണം മറ്റൊരാളാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ്. തെറ്റ് സമ്മതിക്കാത്ത ഒരാളിൽ നിന്നും ഒരിക്കലും ന്യായം പ്രതീക്ഷിക്കരുത്. ടൈം വേസ്റ്റ് ആവും. തൻ്റെ തെറ്റുകൾക്ക് സാഹചര്യത്തെയോ വ്യക്തിയെയോ ഇവർ കുറ്റപ്പെടുത്തും. വ്യക്തമായ തെറ്റുകൾക്ക് പോലും വിചിത്രമായ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നത് കാണാം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഭയപ്പെടുത്തും, ദേഷ്യപ്പെടും, ശബ്ദമുയർത്തും. എല്ലാം തികഞ്ഞവരായി തങ്ങളെ ഇവർ കാണുന്നത് കൊണ്ട് തങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഇവർ കരുതുന്നത്. ഒരു നല്ല റിലേഷൻഷിപ്പിൽ പങ്കാളികൾ തെറ്റ് പറ്റിയാൽ സമ്മതിക്കും, മാപ്പ് പറയും, പെരുമാറ്റം മാറ്റാൻ ശ്രമിക്കും. ഇതിനൊന്നും തയ്യാറാകാത്തവർ പങ്കാളിയെ മാനസികമായി അറ്റാക്ക് ചെയ്യുന്നവരാണ്. ഒരുപാട് പേരെ ഉപദേശിക്കും, പക്ഷേ സ്വന്തം സ്വഭാവം മാറ്റാൻ സീറോ ഇൻട്രസ്റ്റ് ആയിരിക്കും. ദേഷ്യം കൺട്രോൾ ചെയ്യണം, ഈഗോ കുറയ്ക്കണം, ക്ഷമ വേണം എന്നൊക്കെ മറ്റുള്ളവരോട് പറയും. പക്ഷേ ചെറിയ കാര്യത്തിന് പോലും ആദ്യം പൊട്ടിത്തെറിക്കുന്നത് ഇവരായിരിക്കും. ഞാൻ ഇങ്ങനെയാണ്. ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണിത്. ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും മാറ്റം എന്ന കോൺസെപ്റ്റ് ഇവരുടെ മനസ്സിൻ്റെ 7 അയലത്ത് പോലും ഇല്ല എന്ന്. മാറേണ്ടത് ഞാനല്ല, എനിക്ക് ചുറ്റുമുള്ളവരാണ് എന്നതാണ് ഇവരുടെ ഒരു വിശ്വാസം. മാറാൻ തയ്യാറായില്ലെങ്കിൽ അത് ബന്ധത്തെ ബാധിക്കും എന്നതുപോലും ഇവർക്ക് പ്രശ്നമല്ല. മറ്റുള്ളവരുടെ തെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കും. അതേ തെറ്റ് സ്വയം ചെയ്താൽ, ചൂണ്ടിക്കാണിച്ചാൽ പോലും അംഗീകരിക്കാനുള്ള മനസ്സ് ഇവർക്കില്ല. മാറാൻ താല്പര്യമില്ലാത്തവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയും. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തികളും അവരുടെ ഇഷ്ടത്തിന് മാറ്റിയെടുത്ത് നമ്മളെ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെ അധികാരം സ്ഥാപിക്കാനുള്ള കാരണങ്ങൾ തനിക്ക് പ്രാധാന്യം കുറയുമോ, അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ഉപേക്ഷിച്ച് പോവുമോ എന്ന ഭയം. തനിക്കാണ് മറ്റുള്ളവരെക്കാൾ ബുദ്ധി കൂടുതൽ, അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ അനുസരിക്കണം എന്ന തോന്നൽ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ അവർ വിചാരണ ചെയ്യും. നമ്മുടെ എനർജിയും സന്തോഷവും ചോർത്തിക്കളയുന്നവരാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ. കുറച്ചു നേരം ഇവരുമായി സംസാരിച്ചാൽ മാനസികമായി നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നമ്മുടെ പോസിറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നമ്മളിൽ നെഗറ്റീവ് എനർജി ഫിൽ ചെയ്യും. ഇവരുടെ കോളോ മെസ്സേജോ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നും. നമ്മുടെ ആത്മവിശ്വാസം തകർത്ത് നമ്മളെ മാനസികമായി തളർത്തും. നിരന്തരം പരിഹസിക്കും, താഴ്ത്തിക്കെട്ടും, എന്തിനും ഏതിനും കുറ്റം പറയും. ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ പ്രശ്നങ്ങളാക്കി മാറ്റും. ഈ അടയാളങ്ങൾ കൂടുതലായും സ്ഥിരമായും കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി അകലം പാലിക്കുക. അവരോട് സംസാരിക്കുന്ന സമയം കുറയ്ക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ അവരോട് പങ്കുവയ്ക്കാതിരിക്കുക. നോ പറയാൻ പഠിക്കുക. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂട്ടുനിൽക്കാതെ സ്വന്തം സമാധാനത്തിന് മുൻഗണന കൊടുക്കുക. ഇത്തരം വ്യക്തികളുമായുള്ള ബന്ധം നമ്മളെ മാനസികമായി തളർത്തും. ഇതൊരു മാനസിക വൈകല്യമാണ്. ഇത് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഇത്തരം ആളുകളുമായി ഇടപഴകേണ്ടി വരുമ്പോൾ സ്വയം സംരക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത്തരക്കാരിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നത് സാധ്യമല്ല. പ്രത്യേകിച്ച് ജോലിസ്ഥലത്തോ ഫാമിലിയിലോ ആണെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ല. എങ്കിലും നമ്മുടെ തിരിച്ചറിവാണ് ഇവരെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം. ഇവരെന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ നമുക്ക് കഴിയും. നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മറ്റുള്ളവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.